ഹായ് എവരി വൺ, ഞാൻ അരുൺ ബാബു മുക്കൂട്. ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ചെറിയ പോസ്റ്റുകളൊക്കെ ഇടാറുള്ളത് കൊണ്ട് എൻ്റെ നാട്ടുകാർക്കൊക്കെ ഞാൻ സുപരിചിതനായിരിക്കാം. എങ്കിലും എന്നെ അറിയാത്ത ഒരുപാട് പേർക്ക് വേണ്ടി ഒരിക്കൽ കൂടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അരുൺ ബാബു എന്നാണ്. സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്ത് മുക്കൂട് എന്ന് പറയുന്ന മനോഹരമായൊരു ഗ്രാമമാണ്. അതുകൊണ്ടാണ് പേരിനൊപ്പം അരുൺ ബാബു മുക്കൂട് എന്ന് ചേർത്തിരിക്കുന്നത്. ഇനി മുതൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സമയങ്ങളിൽ ഒരു അപ്രതീക്ഷിത അതിഥിയായിട്ട് ഷോർട്സിൻ്റെ രൂപത്തിലും വീഡിയോകളുടെ രൂപത്തിലുമൊക്കെ എന്നെയും പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കും, ഇപ്പോൾ ഉള്ള ദുരന്തങ്ങളൊക്കെ പോരാഞ്ഞിട്ടാ പുതിയൊരു തെറ്റ്. പേടിക്കണ്ട, ഒരടച്ചിട്ട മുറിക്കകത്തിരുന്നോ ഒരടച്ചിട്ട കാറിനകത്തിരുന്നോ മറ്റൊരാളുടെ അധ്വാനത്തെ എടുത്ത് കളിയാക്കി അരിവേടിക്കുക എന്ന യാതൊരു ഉദ്ദേശവും എനിക്കില്ല. കഴിഞ്ഞ 4-5 വർഷത്തെ അധ്വാനത്തിൻ്റെയും ശ്രമത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാൻ ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഞാൻ നിലവിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനോടൊപ്പം എൻ്റെ ഒരു സംരംഭം കൂടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഒരു ചെറിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ ഇല്ലേ, അതുപോലെ PSC പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും സ്റ്റഡി മെറ്റീരിയലുകളും കറണ്ട് അഫെയറും ഒക്കെ കിട്ടുന്ന ചെറിയൊരു മൊബൈൽ ആപ്ലിക്കേഷൻ. ആൻഡ്രോയിഡിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കുട്ടികൾക്കൊക്കെ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാം, പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് അത്യാവശ്യമാണ്. അപ്പോൾ സംരംഭത്തിൻ്റെ പേരും മറ്റ് കാര്യങ്ങളുമൊക്കെ വരും ദിവസങ്ങളിൽ വരും വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പങ്കാളിത്തവും ഒക്കെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ഇതെൻ്റെ ആദ്യത്തെ ഷോർട്സ് വീഡിയോയാണ്. വരും ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിലും പറ്റുമ്പോഴൊക്കെ ഇടാം. ഇപ്പോഴും തിരക്കിലാണ്, ക്ലാസ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഏപ്രിൽ 2 ആണ്. കഴിഞ്ഞ ദിവസം ഏപ്രിൽ 1 ആയിരുന്നു ലോക വിഡ്ഢി ദിനം. ഏപ്രിൽ 1 വിഡ്ഢിയായി കഴിഞ്ഞാൽ നമുക്കത് തിരുത്താൻ പറ്റും. പക്ഷേ ഏപ്രിൽ 9 ആരും വിഡ്ഢിയാകാതിരിക്കുക. വീണ്ടും പോയിട്ട് ചതിക്കുഴികളിൽ വീഴാതിരിക്കുക. നമ്മളുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. നമ്മുടെ അഭിപ്രായം കൃത്യമായിട്ട് ആലോചിച്ച് മാത്രം രേഖപ്പെടുത്തുക. കേരളം ജയിക്കും, UDF നയിക്കും.